കുട്ടികൾ പഠിക്കാത്ത കുഴപ്പമില്ല, പഠിച്ച കുട്ടികൾക്കും സീറ്റില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ മാർക്കാണ്. 94% മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയുടെ പിതാവ് എന്നെ വിളിച്ചു. +2-ന് 96 കുട്ടിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നി. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തൻ്റെ മകൾക്ക് 91% മാർക്ക് കിട്ടിയിട്ടും ഉദ്ദേശിച്ച കോളേജിൽ സീറ്റില്ല, ഉദ്ദേശിച്ച കോഴ്സിന്. എന്നിട്ടും ഞാൻ ഇത്തരം ചില ചടങ്ങുകൾ പോയിട്ടൊരു ചോദ്യം ഞാൻ ഇവിടെയും ആവർത്തിക്കുന്നു. എന്ത് ചോദ്യമാണ് ഞാൻ ചോദിച്ചത്? ഞാൻ എൻ്റെ സംസാരത്തിനിടയിൽ ഈ കുട്ടികളൊക്കെ ഇരിക്കുന്ന സദസ്സ് ചോദിച്ചു. മലപ്പുറത്ത് റോസ് ലോഞ്ചിൽ ജില്ലാ പഞ്ചായത്ത് അവിടുത്തെ കുട്ടികളൊക്കെ ഒരുമിച്ച് കൂട്ടി A+ നേടിയവരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വന്നു. മറ്റ് പലയിടത്തും അതുപോലുള്ള ചടങ്ങുകൾ പഞ്ചായത്ത് ബോർഡുകൾ സംഘടിപ്പിച്ചെടുത്ത് സാധിക്കുന്നിടത്തൊക്കെ ഞാൻ പോയി. എല്ലാ ക്ഷണം സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മിനിഞ്ഞാന്ന് ഞാൻ കരുനാഗപ്പള്ളിയിൽ പോയി. അവിടുത്തെ MLA എൻ്റെ സുഹൃത്ത് CR മഹേഷ്, അദ്ദേഹം സംഘടിപ്പിച്ച ഒരു വലിയ A+ കുട്ടികൾ ആദരിക്കുന്ന ചടങ്ങ് അത്ഭുതകരമായിരുന്നു. ഹാളൊക്കെ തിങ്ങി നിറഞ്ഞൊഴുകി കുട്ടികളും രക്ഷിതാക്കളും. അവിടെ ഞാൻ ചോദിച്ചു, എന്താ ഞാൻ ചോദിച്ചെന്നറിയോ? കേട്ടങ്ങൾക്ക് എന്താ തോന്നാന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, ആർക്ക് വേണം മാർക്ക്? അതാ ഞാൻ ചോദിച്ചത്. ആർക്ക് വേണം മാർക്ക്? മാർക്ക് മാത്രം ഉണ്ടായാൽ മതിയോ എന്നർത്ഥം? മാർക്കില്ലാത്തവനാണോ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്? മാർക്കില്ലാത്തവനാണോ കൊല നടത്തുന്നത്? മാർക്കില്ലാത്തവനാണോ വന്ദനയെ കൊന്നത്? വന്ദനയെ കൊന്നതൊരു മാഷാണ്. ഒരു ഡോക്ടർ പെൺകുട്ടി, അവൾ ഡിഗ്രി എടുത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, വന്ദനയുടെ റിസൾട്ട് വന്നു. വന്ദന മരിച്ചിട്ട് മാസം കഴിഞ്ഞിരിക്കുന്നു. വന്ദന MBBS പാസ്സായിരിക്കുന്നു. വന്ദന ഹൗസ് സർജൻസി കഴിഞ്ഞതേ ഉള്ളൂ. വന്ദന ഉപയോഗിക്കുന്ന കത്രിക കൊണ്ടാണ് അവളെ കുത്തിക്കൊന്നത്. അത് ചെയ്തവൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ദാറ്റ് ഈസ് മൈ പോയിന്റ്. അതാണ് എൻ്റെ പോയിന്റ്. മിനിഞ്ഞാന്ന് ആ കൊച്ചുകുട്ടിയെ കഠിന ക്രൂരതക്കരയാക്കി കൊന്നവനും ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. നിങ്ങളേത് ക്രൂരത എടുത്ത് പരിശോധിച്ചോ, മയക്കുമരുന്നുകാരൻ്റെ ഉള്ളം കയ്യിലാണ് സമൂഹമെന്ന് തോന്നിപ്പോകും. ഇവിടെ നല്ലൊരു പ്രസംഗം പ്രിയപ്പെട്ട സഹോദരൻ സുലൈമാൻ നിർവഹിച്ചു കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ, പ്രത്യേകിച്ച് യുവതലമുറക്ക് ആ പ്രസംഗത്തിലൂടെ ലഭിച്ചു കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇനിയൊരു പ്രഭാഷണത്തിൻ്റെ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്തം എനിക്ക് പോലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ഇവിടെ ഭംഗിയായിട്ട് നിറവേറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഞാൻ പറഞ്ഞു, ഇവിടെ ബാബാസാഹിബുള്ള വേദിയാണ്. അപൂർവമായിട്ട് അദ്ദേഹവുമായിട്ട് വേദി പങ്കിടാൻ ഇപ്പോൾ അവസരം ഉണ്ടാവാറുള്ളൂ. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തെപ്പറ്റി ഞങ്ങളൊക്കെ ഉത്കണ്ഠാകുലരാണ്, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ. പൂർണ്ണമായിട്ടുള്ള പ്രാർത്ഥന വലിയ ശക്തിയാണ്. പ്രാർത്ഥന ഹൃദയങ്ങളെ ഘടിപ്പിക്കുന്നു. പ്രാർത്ഥന സാന്ത്വനവുമാണ്, കാരുണ്യവുമാണ്. പ്രാർത്ഥനയില്ലാത്ത സമൂഹങ്ങൾ ആത്മഹത്യയിലേക്ക് വഴുതി വീഴുന്നു. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. കേരളം മയക്കുമരുന്നിൽ മുങ്ങുമ്പോൾ നിങ്ങൾ മാർക്ക് മാത്രം വാങ്ങിയാൽ പോരാ, നിങ്ങൾ ജീവിതം ഗൗരവത്തിൽ പഠിക്കണം. നന്നായിട്ട് പഠിക്കണം. മുഖ്യാതിഥി ബാബാസാഹിബ്, അതുപോലെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മജീദ് സാഹിബ്, ജനറൽ കൺവീനർ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ഇവിടെ, യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ പൊതുരംഗത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട ദുൽകിഫിൽ,
തിക്കോടി പഞ്ചായത്തിൻ്റെ ബഹുമാനിയായ പ്രസിഡൻറ്റ് ജമീല സമദ്, കൊയിലാണ്ടി മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എൻ്റെ ചിരകാല സുഹൃത്ത് ഹനീഫ മാസ്റ്റർ, സ്വാഗത സംഘം ട്രഷറർ അലി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജമാൽ സിദ്ര, പ്രോഗ്രാം കമ്മിറ്റി മെമ്പർ ഷഫീർ, ഷൗക്കത്ത് കുണ്ടുകുളം, കോർഡിനേറ്റർ, സംസ്ഥാന ചലച്ചിത്രോത്സവ അവാർഡ് നേടിയ പ്രിയപ്പെട്ട വൈശാഖ്, ഇവർക്കെല്ലാം അമാന ഷൗക്കത്ത് അലി, ഡൽഹി യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസിൽ അഡ്മിഷൻ ലഭിച്ച, തിക്കോടി കടപ്പുറത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ച അമാനക്കും, കേരള യൂണിവേഴ്സിറ്റി MA പൊളിറ്റിക്കൽ സയൻസിൽ 6 റാങ്ക് നേടിയ അഫ്ഷിനക്കും KMCC അവാർഡ് കൊടുക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ, നിങ്ങളിവിടെ 33 കൊല്ലം മുമ്പ് ഈ എളിയവൻ ഈ നാട്ടിൽ വന്നത് നിങ്ങൾ ഓർക്കുന്നു. പിന്നീട് പലപ്പോഴും ഈ പ്രദേശങ്ങളിലേക്ക് പലരും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടുത്തെ ഒരു വലിയ സമുദായ മൈത്രി സമ്മേളനത്തിന് കടപ്പുറത്ത്, ഇവിടെയാണോ തൊട്ടപ്പുറത്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒന്നിലധികം തവണ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. വരാൻ സാധിക്കാതെ പോയതാണ്. മുടങ്ങാതെ പയ്യോളിയിൽ നിന്ന് അതിനു വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരുന്ന ചില സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്നു ഓരോ വർഷവും. പക്ഷേ വീണ്ടും ഈ മണ്ണിൽ വരുമ്പോൾ എൻ്റെ ഓർമ്മ അങ്ങോട്ട് മാത്രമല്ല പോണത്. അമാനയും അഫ്ഷനെയും ഒക്കെ അവാർഡ് വാങ്ങുമ്പോൾ എൻ്റെ മനസ്സ് അതിൻ്റെയൊക്കെ പിറകിലേക്ക്, നൂറ്റാണ്ടുകളുടെ പിറകിലേക്ക് കടന്നു പോവാണ്. വെള്ളിയാങ്കല്ലിൻ്റെ രോദനങ്ങളുടെ കാലത്തേക്ക്, ആയിഷയുടെ കാലഘട്ടത്തിലേക്ക്. അതൊക്കെ ഓർമ്മ വേണം, കുട്ടികൾക്കൊക്കെ ഓർമ്മ വേണം. ഇന്ന് ഏറ്റവും ഉണർത്തേണ്ടത് ഓർമ്മകളെയാണ്. അത് ചെയ്താൽ മതി, ബാക്കി ഒന്നും ചെയ്യണ്ട, ഒക്കെ നന്നായിത്തീരും. ഓർമ്മകളെ ഉണർത്തണം, ഓർമ്മകളുണ്ടായിരിക്കണം എന്ന് മലയാളത്തിലൊരു പറച്ചിലുണ്ട്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സ് കിടക്കുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമല്ല, അതൊരു സമൂഹത്തിൻ്റെ ഓർമ്മയാകുമ്പോൾ അതിനെയാണ് നാം ചരിത്രം എന്ന് വിളിക്കുന്നത്. ചരിത്രം എന്താണ്? ഈ കടപ്പുറത്തിൻ്റെ ഓർമ്മയാണ് ചരിത്രം. ഈ തീരപ്രദേശത്തിൻ്റെ സ്മൃതിപഥമാണ് ചരിത്രം. ഈ തിരമാലകൾ പറയുന്ന കഥയാണ് ചരിത്രം. നിങ്ങൾ മറന്നാലും ഈ തിരമാല മറക്കൂല. ആ വെള്ളമൊന്നാണ്, ആ കടലൊന്നാണ്, ആ വെള്ളിയാങ്കല്ലിൻ്റെ പാറ അന്നുള്ള പാറ തന്നെയാണ് ഇന്നും. പാറ മാറിയിട്ടില്ല, കടൽ തീരം മാറിയിട്ടില്ല. ആ കടൽ കണ്ട കഥകൾ, അപ്പോൾ ഓർമ്മകളുണ്ടായിരിക്കണം. അതിൽ ഒരാൾ മാത്രമാണ് ആയിഷ. ഈ നാട്ടിൽ നിന്ന് പറങ്കികൾ പെങ്ങന്മാരെ പിടിച്ചോണ്ട് പോയി മാനം ഭംഗം ചെയ്തിരുന്ന, ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിരുന്ന എന്തൊരു കാലല്ലേ. പുസ്തകത്തിലിരുന്ന് വായിച്ചാൽ പോരാ. ഇന്നിങ്ങനെ കറങ്ങുന്ന ഫാൻ്റെ ചോട്ടിൽ AC മുറിയിലിരുന്നിട്ടോ അല്ലാതെയോ ബുക്കിൽ വായിച്ചാൽ പോരാ. ഒന്ന് മനസ്സിൽ കണ്ടു നോക്കണം ആ കാലം. ഇവിടൊക്കെ പറങ്കികളുടെ അധികാരമാണിരുന്ന കാലം. ഇവിടൊക്കെ പറങ്കികളാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരന്മാരായിരുന്നു പറങ്കികൾ. പക്ഷെ ചരിത്രത്തിൽ അങ്ങനൊന്നുമല്ല. 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങി. വലിയ സംഭവമായിട്ടാണ് സ്കൂളിലൊക്കെ പഠിപ്പിച്ചിരുന്നത്. കേട്ടത്തൊന്നും ഇതോടുകൂടി വലിയൊരു ചരിത്രം ആരംഭിച്ചു. ഒരു വലിയ കൊട്ടലക്കാരൻ വന്നതാണ്, നാട് മുടിക്കാൻ വന്നതാണ്. അയാൾ കാട്ടിയ ക്രൂരതകൾ, ഞാൻ പോർച്ചുഗീസ് ചരിത്രം വായിച്ചിട്ടുണ്ട് അയാളെ മനസ്സിലാക്കാൻ. ഞാൻ പോർച്ചുഗീസ് ചരിത്രം വായിച്ചിട്ടുണ്ട്. ഇവിടെ എഴുതിയ പുസ്തകങ്ങളല്ല, പോർച്ചുഗീസുകാരുടെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, വലിയ വലിയ വാള്യങ്ങൾ. അടുത്ത കാലത്ത് വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കടൽ ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം.
കടൽ ചരിത്രത്തെപ്പറ്റി വലിയ റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. അതിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വാസ്കോ ഡ ഗാമ ആരാണ്. ഒരിക്കൽ അദ്ദേഹം ഒരു കപ്പലിന് തീയിട്ടു. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്ന ആളുകളായിരുന്നു അതിൽ മുഴുവൻ. അതിലാളുകൾ അയാളോട് കെഞ്ചി അതിലുള്ള ചരക്കുകളൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അയാൾ സമ്മതിച്ചില്ല. ഞങ്ങളൊന്ന് വിട്ടയച്ചാൽ മതി. അവസാനം അവർ രക്ഷയില്ലാതെ പറഞ്ഞു, ഞങ്ങളെ കൊന്നോളൂ, ഓമന മക്കളെ ഉപദ്രവിക്കരുതേ. സ്ത്രീകൾ കുഞ്ഞുങ്ങളെ എടുത്തു കാട്ടി. ഇതാ ഈ മക്കള് വാസ്കോ ഡ ഗാമ അപ്പുറത്ത് വേറെ കപ്പലിൽ നിന്ന് കാണുകയാണ്, ഇതാണ് ആ കടൽ. കുട്ടികൾ എടുത്തു കാട്ടി. അത് കാണുമ്പോൾ ഒരു മനുഷ്യന് ദയ ഉണ്ടാവും. ഇതാ ഇവരൊന്നും ചെയ്യരുത്. അയാളുടെ ഒരൊറ്റ വാക്കാണ്, തീ കൊളുത്തു. കുട്ടികൾ വെന്തുരുകി മരിക്കുന്നത് അപ്പുറത്തെ കപ്പലിരുന്ന് അയാൾ കണ്ടുകൊണ്ടിരുന്ന് ആസ്വദിച്ചു എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. മറവി പറ്റരുത്. അത് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കാലഘട്ടമാണ്. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കുടുംബത്തിലാണ് എൻ്റെ ഉമ്മ ജനിച്ചത്. എൻ്റെ ഉമ്മ ഒരു മഖ്ദൂമിയാണ്. അതിലൊന്നാമത്തെ മഖ്ദൂം പൊന്നാനിയിലും രണ്ടാമത്തെ മഖ്ദൂം നിങ്ങളുടെ അടുത്ത കുഞ്ഞിപ്പള്ളിയിലും അന്ത്യവിശ്രമം കൊള്ളുന്നു. മഖ്ദൂമാണ് നേതൃത്വം കൊടുക്കുന്നത്, കുഞ്ഞാലിമാരാണ് ഏറ്റെടുക്കുന്നത്. ഞാനിന്ന് രാവിലെ എൻ്റെ സ്നേഹിതൻ KMCC നേതാവ് ബഷീർ സാഹിബിൻ്റെ വീട്ടിൽ പോയിരുന്നു, കൊയിലാണ്ടിയിൽ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് പ്രിയപ്പെട്ട TT ഇസ്മായിൽ സാഹിബ് ഉണ്ടായി. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട് കോട്ടക്കലാണ്, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പുഴ ഉണ്ട് അടുത്ത്, എനിക്ക് ആ പുഴ കണ്ടിരിക്കണം. ഞാൻ രാജ്യസഭാ അംഗമായിരുന്ന കാലത്താണ് ഫണ്ട് നൽകിയിട്ട് MP ഫണ്ടിൽ നിന്ന് കുഞ്ഞാലിമരക്കാരുടെ വീട് പുനരുദ്ധരിച്ച് നിർമ്മിച്ചത്. ഇപ്പോഴവിടെ കാണാം. ചരിത്രം എന്താണ്? ആ ചരിത്രം അത് വെറും പടയോട്ടമല്ല, അത് മൈത്രിയുടെയും കൂടി ചരിത്രമാണ്. ഹിന്ദു മുസ്ലിം മൈത്രി ഉലഞ്ഞു നിന്ന കാലമാണ്, പൂത്തുലഞ്ഞു നിന്ന കാലം. സാമൂതിരിയും കുഞ്ഞാലിയും ഒറ്റക്കെട്ടാണ്. വല്ലാത്തൊരു കാലമാണ്, ചിന്തിക്കാൻ കഴിയില്ല. ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കഴിയില്ല. ഹിന്ദു വീട്ടിൽ 3 കുട്ടികൾ ഹിന്ദുക്കളായി വളരട്ടെ, പിന്നെയും നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അവനെ മുസ്ലിമാക്കൂ, എന്നിട്ട് കുഞ്ഞാലിക്ക് കൊടുക്കൂ എന്ന് സാമൂതിരി ഉത്തരവിട്ട കാലമാണിത്. ചിന്തിക്കാൻ കഴിയോ? വർഗീയത കൊണ്ട് നാട്ടിലിറങ്ങി നടക്കാൻ പ്രയാസപ്പെടേണ്ട ഇക്കാലത്ത് സാമൂതിരിയുടെ മനസ്സ്. മസ്ജിദിലെ കാളിമാർക്ക് മുഴുവൻ ശമ്പളം കൊടുത്തിരുന്നത് സാമൂതിരിയാണ്. വല്ലാത്തൊരു മൈത്രിയാണ്. കോട്ടക്കലെ കുഞ്ഞാലി, കോട്ടക്കലെ ഓമന കുഞ്ഞാലി എന്ന് വടക്കമ്പാട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ പാട്ടുപാടുന്ന കാലമാണ്. കോട്ടക്കലെ ഓമനക്കുഞ്ഞാലി. കടത്തനാട് അമ്പലം പ്രസിദ്ധമായ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സാമൂതിരി വരുമ്പോൾ സാമൂതിരിയുടെ വലത് ഭാഗത്തൊരു കസേരയുണ്ട്, വലിയ കസേര. അതവിടെ ഒഴിഞ്ഞു കിടക്കും. അത് കുഞ്ഞാലി മരക്കാർക്ക് ഇരിക്കാനുള്ളതാണ്. ഈ കടപ്പുറം പറങ്കികളോടെ പോരാടിയുള്ളൂ. ഈ നാട്ടുകാർക്ക് പരസ്പരം പോരാടിയിട്ടില്ല. അവർ ഒറ്റക്കെട്ടായി നിന്ന കടപ്പുറമാണ് ഈ കടപ്പുറം. അത് നിലനിർത്തണം. അതാണ് ഇന്ത്യൻ മതേതരത്വം. അതാണ് പുതിയ തലമുറയുടെ ബാധ്യത. സാമൂതിരിയും കുഞ്ഞാലിയുടെയും മക്കളാണ് നിങ്ങൾ. ഇതൊക്കെ ചരിത്രമാണ്. കുട്ടികളോറും മാർക്ക് വാങ്ങിയാൽ പോരാ. കുട്ടികൾ നാട്, ചരിത്രം, വർഗീയത ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമോ ഒരു വാക്കോ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. വർഗീയത വിഷമാണ്.
അത് ഈ കടപ്പുറം മൂളുന്ന പാട്ടാണ്. ഈ കടപ്പുറത്ത് വൈകുന്നേരം മൂളുന്ന പാട്ടിൽ മൈത്രിയുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതിനുമുമ്പും അങ്ങനെയായിരുന്നു, എന്നും അങ്ങനെയായിരുന്നു. പറങ്കികളൊക്കെ പോയിട്ട് പിന്നെയാണ് ബ്രിട്ടീഷുകാർ വന്നത്. അപ്പം ഗാന്ധി വന്നു, ഓരോ കാലത്തും അതിന് പറ്റിയവർ വന്നു. മോഹൻദാസ് വന്നു, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിയെ നിങ്ങൾ പഠിക്കണം, കുട്ടികൾ ഗാന്ധിയെ പഠിക്കണം. ഹിന്ദു മുസ്ലിം മൈത്രി വീണ്ടും പൂത്തുലഞ്ഞു. ഗാന്ധി ഷാബാൻ മാസത്തിൽ റമദാൻ പറക്കാൻ പോകുമ്പോൾ പടിഞ്ഞാറൻ ആകാശത്തിലേക്ക് കണ്ണു നട്ട് നോക്കി നിന്നു, റമദാൻ്റെ മാസപ്പറ കാണാൻ. നാളെ നോമ്പാകുമോ എന്ന് ചോദിച്ചു ഗാന്ധി. ഗാന്ധി ഉറച്ച ഹിന്ദുവായിരുന്നു. മതവിശ്വാസമല്ല വർഗീയത, മതവിശ്വാസത്തിനെതിരാണ് വർഗീയത. ഗാന്ധി ഭഗവത്ഗീത കയ്യിലേന്തി. ഗാന്ധിയുടെ കൂടെ മൗലാന അബുൽ കലാം ആസാദ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഖുർആൻ കയ്യിലേന്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമാണിത്. അത്ഭുതകരമായ ചരിത്രമാണ്. ഞാൻ വെറും ചരിത്രം പറഞ്ഞതല്ല, ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ. അപ്പോൾ വെള്ളിയാങ്കല്ല് കുട്ടികളൊക്കെ വെറും മാർക്ക് വാങ്ങിയിട്ട് തൽക്കാലത്തേക്കുള്ളൊരു പഠിപ്പായി മാറരുത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഗവേഷണം ചെയ്യണം, റിസർച്ച് നടത്തണം, എല്ലാ കാര്യത്തിലും ഗവേഷണം നടത്തണം. ചരിത്രത്തിൽ, തത്വശാസ്ത്രത്തിൽ, ശാസ്ത്രത്തിൽ, സയൻസിൽ മുന്നോട്ട് പോകണം, ചരിത്ര പഠനത്തിൽ മുന്നോട്ട് പോകണം. ആയിഷ അടുത്ത കാലത്ത് അറിയപ്പെട്ടത് ഈ നാട്ടുകാരെ കൊണ്ടല്ല. പോർച്ചുഗലിൽ നിന്ന് ഒരു സഹോദരി ഈ കോഴിക്കോട്ടെത്തി. ആ സഹോദരി ഇവിടെ വന്നിട്ട് ചോദിച്ചിട്ട് ആയിഷ അറിയുമോ എന്ന് ചോദിച്ചു. ആർക്കും ആയിഷ അറിയില്ല. പക്ഷെ അവരുടെ നാട്ടിൽ പോർച്ചുഗീസ് രാജ്യത്ത് ആയിഷ ഒരു അറിയപ്പെടുന്ന പെണ്ണാണ്. ആയിഷയോട് ഈ വെള്ളിയാങ്കലിൽ വെച്ച് കൊടും ക്രൂരത പറങ്കികൾ ചെയ്തപ്പോൾ അത് കണ്ടു നിന്ന മറ്റൊരു പോർച്ചുഗീസുകാരൻ, അല്പം ദയയുള്ളവൻ, അതിനെക്കുറിച്ച് എഴുതി വെച്ച പോർച്ചുഗീസ് കവിത പിന്നീട് പോർച്ചുഗീസ് രാജ്യത്ത് ഒരു എപ്പിക് പോയം പോലെ, ഒരു ഇതിഹാസ കാവ്യം പോലെ അത് കൊണ്ടാടപ്പെട്ടു. ആയിഷ അറിയപ്പെട്ടു. ആയിഷയെ പറ്റി പഠിക്കാൻ പോർച്ചുഗൽ രാജ്യത്ത് നിന്നൊരു പെൺകുട്ടി വന്നിറങ്ങി. ഇവിടെ ഒരുപാട് മഴ പെയ്തിരിക്കുന്നു. കോരപ്പുഴയിലൂടെ ഒരുപാട് തവണ വെള്ളം ഒഴുകിപ്പോയിരിക്കുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ആയിരത്തി 599 എൻ്റെ ഓർമ്മ, അതോ 699, വെരിഫൈ ചെയ്യണം. കുഞ്ഞാലിയെ തൂക്കിക്കൊല്ലാൻ ഗോവയിലേക്ക് കൊണ്ടുപോയി. മനുഷ്യന്മാരെ കൊണ്ടുപോകുന്ന പോലല്ല കൊണ്ടുപോയത്, ഒരു കൂട്ടിലിട്ടിട്ടാണ് കൊണ്ടുപോയത്. മൃഗങ്ങളെ കൊണ്ടുപോകുന്ന കൂട് പോലെ. അവരെ ഒന്നും മറക്കരുത്. കുഞ്ഞാലിയുടെ തല ഉപ്പിലിട്ടു, കണ്ണൂരിൽ കൊണ്ടുവന്ന് നാട്ടി. കുഞ്ഞാലിയെ തൂക്കിലേറ്റുന്ന ദിവസം കോട്ടക്കലെ വീട്ടിലിരുന്ന് കുഞ്ഞാലിയുടെ ഉമ്മ തേങ്ങി. ആ കാലത്തെ സഹോദരിമാരും പഠിച്ചിരുന്നു, വിവരമുണ്ടായിരുന്നവർക്ക്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ ഞെട്ടോ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ ഭാര്യ എത്ര കൊല്ലം മുമ്പാ? 100 കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാർക്ക് കത്തയക്കുന്നത് ഇംഗ്ലീഷിലാണ്. തൊള്ളായിരത്തി 1921 വീരനായകനായ വാര്യംകുന്നൻ
മലപ്പുറത്തെ കുന്നുമ വെച്ചിട്ട് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നു. കൊല്ലാൻ പോകുമ്പോൾ വാരിയംകുന്നൻ ഒന്നേ പറഞ്ഞുള്ളൂ, നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആൾക്കാരെ കൊല്ലുമ്പോൾ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു നിങ്ങൾ കണ്ണ് കെട്ടിയിട്ടാണ് കൊല്ലാറ്, എന്നെ അങ്ങനെയൊന്നും കൊല്ലരുത്, എൻ്റെ കണ്ണ് ഞാൻ തുറന്നു പിടിക്കും, തുറന്ന കണ്ണിൻ്റെ താഴെ എൻ്റെ നെഞ്ചത്തേക്ക് വെടിവെക്കണം, എൻ്റെ കണ്ണ് കെട്ടിയിട്ട് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞ ഈ നാടിൻ്റെ പുത്രൻ. ഇവിടെ കുഞ്ഞാലിയുടെ തോഴൻ സാമൂതിരിയെങ്കിൽ അവിടെ വാരിയംകുന്നൻ്റെ തോഴൻ MP നാരായണ മേനോൻ ഉറ്റബന്ധമായിരുന്നു. ഇവരൊന്നും അകറ്റാൻ ഇവിടെ ഇരുന്നിട്ട് ഗവേഷണം നടത്തിയാൽ അതിനെ അകറ്റാൻ പോകുന്ന ഗവേഷണമൊന്നും നിങ്ങളെ ആരുടെ കയ്യിലും ഇല്ല. അത് അകറ്റാൻ നോക്കുന്നവർ മനസ്സിലാക്കണം. ഇല്ല. MP നാരായണ മേനോൻ, എല്ലാവർക്കും ബഹുമാനപ്പെട്ട നാരായണ മേനോൻ. പിന്നീട് കോൺഗ്രസ് പ്രസ്ഥാനം കേരളത്തിൽ ശക്തിപ്പെടുത്തുന്നത് നാരായണ മേനോൻ്റെ ശേഷമുള്ള നേതാക്കളാണ്. നാരായണ മേനോനെ മനസ്സിലാക്കാൻ ഞാൻ ഒറ്റക്കാര്യം പറയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ കുറേ ആളുകൾ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ വീട് മാറിപ്പോയോ എന്ന് വിചാരിച്ച് തിരിച്ചു പോന്നു. എന്താ കാരണം? വലിയ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു, വർഷങ്ങളോളം ജയിലിൽ കിടന്നു നാരായണ മേനോൻ. ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിനെ കാണാൻ കൂട്ടത്തോടെ വന്നത് നാരായണ മേനോൻ്റെ കുടുംബാംഗങ്ങളായിരുന്നു. എനിക്ക് വല്ലാത്ത ഒരു വൈകാരികമായ അനുഭവമായിരുന്നു. മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും അവരുടെ കൂടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു. അവർ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് അവരുടെ കുടുംബം ഇപ്പോഴും പാർക്കുന്നു. അതിൽ ചിലരൊക്കെ വലിയ ഉദ്യോഗസ്ഥരായിപ്പോയി, മക്കളൊക്കെ പലയിടത്തും. എന്താ നാരായണ മേനോൻ്റെ വീട്ടിൽ പോയിട്ട് അവർ മടങ്ങിയത്? ആ വീട്ടിൻ്റെ മുറ്റത്തൊരാൾ ഒരു കൈലിമുണ്ടും ഒരു അരപ്പട്ടും കെട്ടിയിരിക്കുന്നത് അവർ കണ്ടു, ഒരു മാപ്പിള. പക്ഷെ അത് നാരായണ മേനോനായിരുന്നു. നാരായണ മേനോൻ പലപ്പോഴും അരയിൽ മാപ്പിളമാർ ധരിക്കാറുള്ള അരപ്പട്ടയും അവരുടെ കൈലിമുണ്ടും ഉടുക്കുമായിരുന്നു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഉയർത്തിയ ഒരു ചാർജ് അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്ന വേളയിൽ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് മാപ്പിള ഡ്രസ്സ് അണിയുന്നത് എന്ന്. ഈ നാടിൻ്റെ മൈത്രിയുടെ ഒരു ശക്തിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഇന്ത്യയിൽ ആഹാരത്തിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നു, വസ്ത്രത്തിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നു, മതത്തിൻ്റെ പേരിൽ മാത്രമല്ല, ഭാഷയുടെ പേരിൽ മാത്രമല്ല. അതുകൊണ്ട് അതിനെയൊക്കെ ചെറുക്കുന്ന പുതിയ തലമുറ ഉണ്ടാവണം, ശരിയായ മതേതരത്വത്തിൽ ഊട്ടപ്പെട്ടവർ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇതൊക്കെ ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഉപദേശമല്ല, ഒരു ജ്യേഷ്ഠൻ്റെ ചില പങ്കുവെപ്പുകളാണ്. അതോടൊപ്പം നിങ്ങൾ ഈ കാലത്തിൻ്റെ സ്പന്ദനം മനസ്സിലാക്കണം. ഞാൻ ഈ കുട്ടികളെ അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ പോയിരുന്നു ഈ കൊല്ലവും. A+, എത്ര A+ ആണ്. കുട്ടികൾ നന്നായിട്ട് പഠിക്കുകയാണ്. കുട്ടികൾ പഠിക്കാത്ത കുഴപ്പമില്ല, പഠിച്ച കുട്ടികൾക്കും സീറ്റില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ മാർക്കാണ്. 94% മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയുടെ പിതാവ് എന്നെ വിളിച്ചു. +2 96, കുട്ടിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നി. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തൻ്റെ മകൾക്ക് 91% മാർക്ക് കിട്ടിയിട്ടും ഉദ്ദേശിച്ച കോളേജിൽ സീറ്റില്ല, ഉദ്ദേശിച്ച കോഴ്സിന്. എന്നിട്ടും ഞാൻ ഇത്തരം ചില ചടങ്ങുകളിൽ പോയിട്ടൊരു ചോദ്യം ഞാൻ ഇവിടെയും ആവർത്തിക്കുന്നു. എന്ത് ചോദ്യമാണ് ഞാൻ ചോദിച്ചത്? ഞാൻ എൻ്റെ സംസാരത്തിനിടയിൽ ഈ കുട്ടികളൊക്കെ ഇരിക്കുന്ന സദസ്സ് ചോദിച്ചു. മലപ്പുറത്ത് റോസ് ലോഞ്ചിൽ ജില്ലാ പഞ്ചായത്ത് അവിടുത്തെ കുട്ടികളൊക്കെ ഒരുമിച്ച് കൂട്ടി A+ നേടിയവരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വന്നു. മറ്റു പലയിടത്തും അതുപോലുള്ള ചടങ്ങുകൾ പഞ്ചായത്ത് ബോർഡുകൾ സംഘടിപ്പിച്ചെടുത്ത്
സാധിക്കുന്നിടത്തൊക്കെ ഞാൻ പോയി. എല്ലാ ക്ഷണം സ്വീകരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. മിനിഞ്ഞാന്ന് ഞാൻ കരുനാഗപ്പള്ളിയിൽ പോയി. അവിടുത്തെ MLA എൻ്റെ സുഹൃത്ത് CR മഹേഷ്, അദ്ദേഹം സംഘടിപ്പിച്ച ഒരു വലിയ A+ കുട്ടികൾ ആദരിക്കുന്ന ചടങ്ങ് അത്ഭുതകരമായിരുന്നു. ഹാളൊക്കെ തിങ്ങി നിറഞ്ഞൊഴുകി, കുട്ടികളും രക്ഷിതാക്കളും. അവിടെ ഞാൻ ചോദിച്ചു, എന്താ ഞാൻ ചോദിച്ചെന്നറിയോ? കേട്ടാ നിങ്ങൾക്ക് എന്താ തോന്നാന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, ആർക്ക് വേണം മാർക്ക്? അതാ ഞാൻ ചോദിച്ചത്. ആർക്ക് വേണം മാർക്ക്? മാർക്ക് മാത്രം ഉണ്ടായാൽ മതിയോ എന്നർത്ഥം? മാർക്കില്ലാത്തവനാണോ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്? മാർക്കില്ലാത്തവനാണോ കൊല നടത്തുന്നത്? മാർക്കില്ലാത്തവനാണോ വന്ദനയെ കൊന്നത്? വന്ദനയെ കൊന്നതൊരു മാഷാണ്. ഒരു ഡോക്ടർ പെൺകുട്ടി, അവൾ ഡിഗ്രി എടുത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, വന്ദനയുടെ റിസൾട്ട് വന്നു. വന്ദന മരിച്ചിട്ട് മാസം കഴിഞ്ഞിരിക്കുന്നു. വന്ദന MBBS പാസ്സായിരിക്കുന്നു. വന്ദന ഹൗസ് സർജൻസി കഴിഞ്ഞതേ ഉള്ളൂ. വന്ദന ഉപയോഗിക്കുന്ന കത്രിക കൊണ്ടാണ് അവളെ കുത്തിക്കൊന്നത്. അത് ചെയ്തവൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ദാറ്റ് ഈസ് മൈ പോയിന്റ്. അതാണ് എൻ്റെ പോയിന്റ്. മിനിഞ്ഞാന്ന് ആ കൊച്ചുകുട്ടിയെ കഠിന ക്രൂരതക്കരയാക്കി കൊന്നവനും ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. നിങ്ങളേത് ക്രൂരത എടുത്ത് പരിശോധിച്ചോ, മയക്കുമരുന്നുകാരൻ്റെ ഉള്ളം കയ്യിലാണ് സമൂഹമെന്ന് തോന്നിപ്പോകും. അപ്പോഴാണ് എന്നെപ്പോലെ ഒരാളൊരു പൊതുപ്രവർത്തകൻ ഈ നാട്ടിൽ ചോദിക്കുന്നത്, ആർക്ക് വേണം മാർക്ക്? മാർക്ക് കൊണ്ട് മനുഷ്യൻ നന്നാവോ? മാർക്കില്ലാത്തവനാണോ ഈ കാടത്തം കാട്ടിക്കൂട്ടുന്നത്? മാർക്കില്ലാത്തവരാണോ അഴിമതി നടത്തുന്നത്? മാർക്കില്ലാത്തവരാണോ പെറ്റ തള്ളയെ തള്ളി പറയുന്നത്? ഓ, ഇന്നലെ രാത്രി, ഞാൻ സാധാരണ ഈ സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ കാണുന്ന ആളല്ല, ചില ക്ലിപ്പുകൾ അറിയാതെ എൻ്റെ കണ്ണിന് മുമ്പിൽ വന്ന് പെടും. ഞാൻ മറ്റെന്തെങ്കിലും നോക്കുമ്പോൾ ഞാൻ കാണേണ്ടതേ കാരുണ്യവാനായ സർവശക്തൻ എൻ്റെ കണ്ണു മുമ്പിൽ എത്തിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ അറിയേണ്ടത്, ഞാൻ പഠിക്കേണ്ടത്, എൻ്റെ പഠനത്തിന്, എൻ്റെ ചിന്തക്ക്, എൻ്റെ പ്രസംഗത്തിന്, എൻ്റെ പൊതുപ്രവർത്തനത്തിന്, പാർലമെൻറ്റിലും പുറത്തുമൊക്കെ ഞാൻ എന്നെപ്പോലെ ആൾ നടത്തുന്ന പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമുള്ളതേ കാരുണ്യവാൻ എൻ്റെ മുമ്പിൽ എത്തിക്കൂ. ഞാൻ കണ്ടത് ഈ മഹാനടനായ ഇന്ദ്രൻസിൻ്റെ ഒരു ക്ലിപ്പാണ്. മകൻ മാർക്കൊക്കെ വാങ്ങി ജോലിയൊക്കെ നേടി വലിയ ആളായി പുറത്തെവിടെ പോയി. പിന്നെ അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കിയില്ല. അച്ഛനും അമ്മയും കൂടി വല്ലാത്തൊരു രംഗാണത്. അവർ നടിക്കുകയാണ്, അഭിനയിക്കാൻ തോന്നൂല. അതാണ് കല. ദാറ്റ് ഈസ് ആർട്ട്, ജെന്യുയിൻ ആർട്ട്, തനിമയാർന്ന കല. മാമുക്കോയെ അഭിനയിച്ചപ്പോൾ ആർക്കും അഭിനയിക്കാൻ തോന്നിയിട്ടില്ല. ഒരു മനുഷ്യൻ, ഒരു കോഴിക്കോട്ടുകാരൻ ജീവിക്കാന്നേ തോന്നിയിട്ടുള്ളൂ. ദാറ്റ് ഈസ് ആർട്ട്, ജെന്യുയിൻ ആർട്ട്. ഞാൻ സിനിമയുടെ ആളല്ല, ഞാൻ കലയുടെയൊക്കെ ഒരു വിലയിരുത്തുന്ന നിരീക്ഷകനാണ്. ഐ ആം എൻ ഒബ്സർവർ. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു നിരീക്ഷകനാണ്. അപ്പോൾ രണ്ടാളും കൂടി ഫോൺ ചെയ്യണം, അതൊക്കെ ഒന്ന് കാണണം. പേടിച്ചിട്ടാണ് അമ്മ ഫോൺ എടുക്കുന്നത് മോന്. വല്ലാത്ത വികാരഭരിതമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് സംവിധായകൻ അത് ചിത്രീകരിച്ചിട്ടുള്ളത്. ആ സീൻ പേടിച്ചിട്ട്, മോനെ, മകനെ പേടിക്കണം അമ്മ, മോനെ ഇന്ന് വരുമോ? അപ്പോൾ നമുക്കിങ്ങനെ കേൾക്കാം. ഇവിടുത്തെ എനിക്ക് തിരിഞ്ഞ് മറിയാൻ പറയാത്ത പണിയാണ്. വലിയ ഉദ്യോഗമാണ് അമ്മേ, അങ്ങനൊന്നും വരാനൊന്നും പറ്റില്ല. വർഷങ്ങളായിട്ട് ഇവൻ പോയിരിക്കണത്. ഇവൻ പെണ്ണ് കെട്ടിയത് അമ്മ അറിഞ്ഞിട്ടില്ല, ഇവന് കുട്ടി ഉണ്ടായത് അമ്മ അറിഞ്ഞിട്ടില്ല. എൻ്റെ പോയൻ്റെതൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് അച്ഛനെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അച്ഛൻ പേടിച്ചിട്ട്, മോനെ പേടിച്ചിട്ട്. മക്കളെ പേടിക്കുന്ന മാതാപിതാക്കളുടെ കാലം ഉണ്ടാക്കലാണ് നിങ്ങളുടെ വിദ്യാഭ്യാസമെങ്കിൽ ആ വിദ്യാഭ്യാസം ഈ അറബിക്കടലിലേക്ക് എറിയൂ.
അത് തൊലഞ്ഞ വിദ്യാഭ്യാസമാണ്. എന്നിട്ട് അച്ഛന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവന് പിടിച്ചില്ല. അവൻ എന്തോ പറഞ്ഞു, കേൾക്കണില്ല. അച്ഛൻ പേടിച്ച് പറിച്ച് എങ്ങനെയൊക്കെയോ ഫോൺ ചെയ്തു. വീട്ടിൽ വന്നിട്ട് അച്ഛൻ അമ്മയോട്, ഇവൻ്റെ അമ്മയോട് അവൻ്റെ അച്ഛൻ തൻ്റെ ഭാര്യയോട് ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ മനസ്സൊലച്ചത്. ഇന്നലെ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഞാനിതിൻ്റെ ഒക്കെ ഒരാളാണ്. എൻ്റെ അമ്മ പ്രസംഗം കോടിക്കണക്കിന് മനുഷ്യന്മാർ കേട്ടൊരു പ്രസംഗമാണ്. അതെന്നെ ഞാനാക്കിയ സംസാരമാണ്. ഇന്നും ഒരു ദിവസം അതിനെക്കുറിച്ച് പറയാതെ, ഒരാളെങ്കിലും പറയാതെ എൻ്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിക്കാറില്ല. ഒരാളെങ്കിലും എന്നെ വിളിച്ചിരിക്കും. ഒരു സാധാരണക്കാരൻ, ഒരു നേതാവ്, പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ ഹരിഹരൻ വിളിച്ചിട്ടുണ്ട്, സംവിധായകൻ. എന്നെ രഞ്ജിത്ത് വിളിച്ചിട്ടുണ്ട്, സംവിധായകൻ. ഒരൊക്കെ അമ്മ പ്രസംഗം കേട്ട് വിളിച്ചിട്ടുണ്ട്. ആരും അറിയാത്ത സാധാരണക്കാരെ വിളിച്ചിട്ടുണ്ട്. ചിലരൊക്കെ രാത്രി എന്നെ വിളിച്ചിട്ട് തേങ്ങിക്കരഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മ പ്രസംഗം കേട്ടു, ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു. ചിലർ വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ അമ്മ മരിച്ചു സമദാനി സാഹിബ്. ആരോ ഒരാൾ എന്നെ വിളിച്ചു, എൻ്റെ അമ്മ മരിച്ചു. തിരുവനന്തപുരത്തുനിന്ന് ഒരിക്കൽ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ അന്ത്യനിമിഷമാണ്. നാരായണഗുരുവിൻ്റെ നാടായ ചെമ്പഴന്തിയിൽ നിന്നാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. പ്രൊഫസർ ശോഭീന്ദ്രൻ. ഞാനങ്ങനെ കേട്ടു നിൽക്കും, തരിച്ചു നിൽക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞു, അമ്മയും ഞാനും കൂടി അങ്ങയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്, അമ്മ പ്രസംഗം. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇരിക്കും. അപ്പോൾ ഇന്ദ്രൻസ് പറയുന്നൊരു വാക്കുണ്ട്. വീട്ടിൽ പോയിട്ട് അയാൾക്ക് ഉറക്കിട്ടില്ല. അയാൾ ചോദിക്കാണ്ട് ഭാര്യയോട്, അല്ല എനിക്ക് ഫോണ് തരാമെന്ന് പറഞ്ഞപ്പോൾ മോൻ എന്താ നിന്നോട് പറഞ്ഞത്? അതാണ് അയാൾക്ക് അറിയേണ്ട ഒറ്റ കാര്യം. ഒന്നുമില്ല. അമ്മ അതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചു. പിന്നെയും ചോദിക്കും, എന്താ അവൻ പറഞ്ഞത്? അച്ഛന് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മോൻ എന്തോ പറഞ്ഞോ? മോന് വെറുപ്പിൻ്റെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛൻ്റെ ചങ്ക് കെട്ടി. അച്ഛൻ അന്ന് ഉറക്കില്ല. ആ മകന് മാർക്കില്ലേ, ആ മകന് ഡിഗ്രികളില്ലേ, ആ മകന് ഉദ്യോഗമില്ലേ? അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞാൽ കയറിപ്പോവും, സമയം കയറിപ്പോവും. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു നിങ്ങളുടെ കോഴിക്കോട് ജില്ലയിൽ, പപ്പേട്ടെന്ന് വിളിക്കുന്ന പത്മനാഭൻ. കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു. അരൂർ പപ്പേട്ടൻ. ഞാൻ ഈ വഴിക്ക് എപ്പോൾ പോകുമ്പോഴും എൻ്റെ കൂടെ വരും. കവിതയും സാഹിത്യമൊക്കെ ഉള്ളൊരു നല്ല മനുഷ്യൻ. തിരുവനന്തപുരത്ത് ഞാൻ MLA ആയിരുന്ന കാലത്ത്, ശ്രീ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒറ്റക്കെട്ട് നിവേദനമായിട്ട് വരും, മനുഷ്യന്മാർക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കാൻ. അതായിരുന്നു പപ്പേട്ടൻ്റെ പണി. പപ്പേട്ടനൊരു ദിവസം എന്നെ ഒരു മാതാപിതാക്കളെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ അരൂർ കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, സമദാനി സാഹിബ് ഒരു കാര്യം കേൾക്കണോ? നിങ്ങൾ പ്രസംഗിച്ചു പോയതിന് ശേഷം അവിടെ ആ സദസ്സിലൊരു മകനും അച്ഛനും ഉണ്ടായിരുന്നു. മകൻ രാത്രി വീട്ടിലെത്തിയിട്ട് മകനോട് അച്ഛൻ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? അദ്ദേഹം പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? ആണ്ടുകളുടെ വിങ്ങിപ്പൊട്ടലാണത്. ആണ്ടുകൾ അച്ഛൻ നെഞ്ചത്ത് സൂക്ഷിച്ചത് വിങ്ങിപ്പൊട്ടിയതാണ്. എന്നെപ്പോലെ ആ നാട്ടിൽ ചെയ്ത് പറഞ്ഞ എൻ്റെ വാക്കിലൂടെ, ഈ എളിയവൻ്റെ വാക്കിലൂടെ അച്ഛൻ മകനോട് സംവദിച്ചു. പപ്പേട്ടൻ മരിച്ചുപോയി. പിന്നെ ആ വഴിക്ക് പോകുമ്പോഴൊക്കെ എനിക്ക് വലിയ ശൂന്യതയാണ്. എൻ്റെ കാറിൽ കയറി അദ്ദേഹം ചൊല്ലിയിരുന്ന കവിതകൾ, അദ്ദേഹം പറഞ്ഞിരുന്ന രസകഥകൾ, നല്ല മനുഷ്യർ, നല്ല മനുഷ്യരുടെ ഓർമ്മകൾ, അവരിവിടെ നിലനിർത്താൻ ആഗ്രഹിച്ച മൂല്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്ദ്രൻസിൻ്റെ ഈ വാക്ക് അത് എങ്ങനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്?
അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് വിശുദ്ധ ഖുർആൻ്റെ ഒരു സൂക്തമാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറഞ്ഞു പോകരുത്. ഛേ, മാതാപിതാക്കളൊന്നും ഉപദ്രവിച്ചില്ല. മരുന്ന് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, മരുന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്ന ബാപ്പ മുറി കിടന്നിട്ട് മകൻ ഇറങ്ങിപ്പോകുമ്പോൾ, കുളിച്ച് രാവിലെ കുപ്പായൊക്കെ ഇട്ട് ഉഷാറായി ഇസ്തിരിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ മകനോട് പറഞ്ഞു, മോനെ, കുട്ടിയെ, ഇവൻ എത്ര വലുതായാലും മോന് കുട്ടി. ഈ ഫോണിൽ 50 വയസ്സ് 40 വയസ്സായി ഉദ്യോഗം നേടിയവനോട് അമ്മ വിളിക്കണ്ട, വാവാ വാവ എന്നാ വരിക? നിനക്ക് 50 ആയാലും 60 ആയാലും, നീ പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും, നിന്റെ മാതാപിതാക്കൾക്ക് നീ വാവയാണ്. നിന്റെ ഡിഗ്രികൾ, നിന്റെ അലങ്കാരങ്ങൾ, നീ തെങ്ങ് പോലെ വളർന്നാലും നീ മടിയിൽ കിടന്ന കുഞ്ഞാണ്. അപ്പോൾ മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറഞ്ഞു പോകരുത്. ലാ തഖുൽ ലഹുമാ ഉഫിൻ. ഒരു വാക്ക് ചങ്ക് തടയും. ഇന്നലെ രാത്രി ഞാനത് ആലോചിച്ച് കുറച്ചുകൂടി ആഴത്തിൽ. അത് ചങ്ക് തടഞ്ഞതാണ് ഇന്ദ്രൻസിൻ്റെ പ്രശ്നം. അതൊരു വീഡിയോ ക്ലിപ്പാണ്. ഇവൻ എന്തോ ഒന്ന് പറഞ്ഞു അച്ഛനെ പറ്റി ഫോൺ കൊടുക്കുമ്പോൾ, അത് ചങ്ക് കെട്ടി. അച്ഛൻ ഉറക്കില്ല. അച്ഛൻ പലതും ഓർത്ത് കാണും. ചോറ് വാരി കൊടുത്തത്, അഴിഞ്ഞ ഉണ്ടെടുത്തു കൊടുത്തത്, മുണ്ടെടുത്തിട്ടേ തുണി എടുത്തിട്ട് പള്ളിയിൽ പോകുമ്പോൾ, അമ്പലത്തിൽ പോകുമ്പോൾ കുട്ടിക്ക് മുണ്ടെടുത്തു കൊടുത്ത പിതാവ്, ബാപ്പ, മകൻ, ചോറ് വാരി കൊടുത്തത്. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ശങ്കരാചാര്യർ പറഞ്ഞ പോലെ മലമയീ ശയ്യാച്ച സംവത്സരി, മക്കളുടെ മലമൂത്രത്തിൽ മാതാവ് കിടന്നത് ശങ്കരാചാര്യരുടെ വാക്കുകളാണ്. മലമയീ ശയ്യാച്ച, മലമൂത്രത്തെ ശയ്യയാക്കി. ഈ വിദ്യാഭ്യാസം വേണം. ഇതാണ് വേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി കാണും. അതിന് സാധിക്കട്ടെ. അല്ലാതെ ഒരു കഥയാണിപ്പോൾ, മനസ്സിലായില്ലേ? നാടുകളിലേക്കൊക്കെ പടർന്നു പിടിക്കുന്ന മയക്കുമരുന്നിൻ്റെ വീടുകളിലേക്ക്, വീടകങ്ങളിലേക്ക്, ആൺകുട്ടികളിലേക്ക് മാത്രമല്ല പെൺകുട്ടികളിലേക്ക് എരച്ച് കയറുന്ന മയക്കുമരുന്നിൻ്റെ ദംശനം വളരെ സൂക്ഷിക്കേണ്ടതാണ്. മനുഷ്യനെ മൃഗമാക്കി തീർക്കുന്ന പറഞ്ഞാൽ പോലെ അച്ചകുത്താനാക്കുന്ന മയക്കുമരുന്ന്. ഡിഗ്രികൾക്കൊക്കെ അപ്പുറത്താണ് ജീവിതം എന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഡിഗ്രികൾക്കപ്പുറത്താണ് കുട്ടികൾ നന്നായിട്ട് പഠിക്കണം, ഉയർന്നു പോകണം, എല്ലാ ഡിഗ്രിയും സമ്പാദിക്കണം. ഡിഗ്രി വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഉയർന്നു പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഗവേഷണം നടത്തണം. നിങ്ങൾക്കിടയിൽ നിന്ന് സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവണം. ഈ സദസ്സ് മുഴുവൻ നിങ്ങളെ ആദരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളതാണ്. കുട്ടികൾക്കുള്ള അനുമോദനമാണ് ഈ മഹാസദസ്സ്. കുട്ടികൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഇത്ര വലിയൊരു സദസ്സെന്നാണ് ഞാൻ പരീക്ഷയിൽ ജയിച്ചിട്ട് അവാർഡ് വാങ്ങിയത്. ഒരു മൂലയിൽ നിന്നല്ല, ഒരു മുക്കിൽ നിന്നല്ല, ഒരു മുറിയിൽ നിന്നല്ല. വലിയൊരു മഹാസദസ്സിൽ നേതാക്കളൊക്കെ അണിചേർന്നിടത്ത്, ജനനേതാക്കൾ, ഇത്രയേറെ നാട്ടുകാർ, എല്ലാ സമുദായങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർ ഒന്നിച്ചണിചേർന്ന് കൈയടിച്ച് എനിക്ക് നൽകിയതാണ് ഈ അവാർഡ് എന്ന് പിന്നീട് ഓർക്കാൻ കഴിയുന്ന ആ പുരസ്കാര ലബ്ധി കരസ്ഥമാക്കിയ കുട്ടികളെ മുഴുവനും ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ വൈകിയ വേളയിൽ ഇനി ഒട്ടും സംസാരിക്കാതെ, എത്ര തന്നെ സംസാരിച്ചത് നിങ്ങളിവിടെ കാത്തു നിന്നതുകൊണ്ടാണ്, പ്രിയപ്പെട്ട സായദ് അടക്കമുള്ള നേതാക്കൾ നിർബന്ധിച്ചതുകൊണ്ടാണ്, പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരെ, ഇത്ര മണിക്കൂറുകളായി കുട്ടികളോടൊപ്പം ഇവിടെ വന്ന് നിൽക്കുന്നവരെ, അവരോടുള്ള എൻ്റെ എല്ലാ ബഹുമാനവും ഞാൻ പ്രകടിപ്പിച്ചു കൊള്ളട്ടെ. തിക്കോടി, കടപ്പുറം,
ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. ആ ചരിത്രമൊക്കെ കുട്ടികൾ പഠിച്ച് ഇതൊക്കെ നാട്ടിൽ നിലനിൽക്കുന്ന നന്മകളാക്കി ആളുകൾക്ക് നന്മ ചെയ്യുക. പഠിച്ച് നിങ്ങൾ ഡോക്ടറാവുമ്പോൾ ഡോക്ടർ മാത്രമാവാനല്ല, നല്ല ഡോക്ടറാവുക, ദയയുള്ളവരാവുക. നാട്ടിലൊക്കെ പല സോക്കടും കേടും ഒക്കെ വർദ്ധിച്ചു വരുന്ന കാലമാണ്. ആശ്വാസം കൊടുക്കുന്ന ഡോക്ടറാവുക, തലോടുന്ന ആളാവുക. ഡോക്ടർക്ക് മരുന്ന് മാത്രം കൊടുത്താൽ പോരാ, ഒരു പുഞ്ചിരി കൂടി കൊടുക്കുന്ന ആളാവുക. ഒരു പുഞ്ചിരി രോഗിയെ കാണുമ്പോഴേക്ക് നന്നായിട്ട് ചിരിക്കുക. ആ ചിരി മരുന്നാണ്. നല്ലത് പറയാ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നല്ലത് പറയൂ, അത് ദാനമാണ്. മനുഷ്യരോട് ചിരിക്കൂ, അത് ദാനമാണ്. ഇതൊക്കെ തിരുനബിയുടെ വാക്കുകളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുഞ്ചിരി ദാനമാണ്. ചിരിക്കാൻ മടിക്കരുത്. ആര് ചിരിച്ചാലും ഉടനെ തിരിച്ചങ്ങോട്ട് ചിരിക്കണം. അഭിവാദ്യം ചെയ്യണം, ഗ്രീറ്റ് ചെയ്യണം. മനുഷ്യനെ മാനിക്കണം. മതം നോക്കരുത്, ജാതി നോക്കരുത്, സമുദായം നോക്കരുത്. എല്ലാവരും മനുഷ്യരാണ്. അവരെ ബഹുമാനിക്കണം. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥ നിലനിർത്തുന്നതിൽ ഈ വിദ്യാസമ്പന്നമായ തലമുറ മുന്നണിയിലുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ, ബഹുമാനപ്പെട്ട ബാബാ സാഹിബിൻ്റെ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടന്ന ഈ മഹാസമ്മേളനം നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്, ഞാനിത് ആരുടെ സമ്മതത്തോടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ഞാൻ ഈ കുട്ടികൾ അവാർഡ് കൊടുക്കുന്ന സദസ്സിലേക്ക് കുട്ടികളെ കൂട്ടിയോ അല്ലാതെയോ വന്ന ഏറ്റവും മുതിർന്ന മാതാവ് ആരാണോ, ഉമ്മയായിരിക്കാം, അമ്മയായിരിക്കാം, ആരായിരിക്കാം, ഏറ്റവും പ്രായമുള്ള, അവിടെ എവിടെയോ ഇരിക്കുന്ന, എനിക്കറിഞ്ഞുകൂടാത്ത, പക്ഷേ ഈ സദസ്സിലുള്ള ഏറ്റവും പ്രായം ചെന്ന മാതാവ്, ഞാൻ ഏത് സദസ്സിൽ ചെന്നാലും ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, രണ്ട് വഴിയിലും നിൽക്കുന്നവരിൽ ആ മാതാവിൻ്റെ സമ്മതത്തോടെ, ആ മാതാവിനെ ബഹുമാനിച്ചുകൊണ്ട്, മാതാവാണ് ഏറ്റവും വലിയ സർവകലാശാല എന്ന് പിന്നെയും പിന്നെയും ഊന്നി പറഞ്ഞുകൊണ്ട്, അടുക്കളയിലെ കോന്തല കരിപിടിച്ച പെണ്ണിൻ്റെ കാൽക്കലാണ് സകല വിജ്ഞാനങ്ങളും എന്ന് പുതിയ തലമുറയെ പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, അഭിവാദ്യങ്ങൾ. താങ്ക് യു സമദാനി സാഹിബ്. മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് ചാട്ടുളി പോലെ പറന്നിറങ്ങുന്ന വാക്കുകൾ കൊണ്ടമ്മാനമാടിയ നമ്മുടെ പ്രിയപ്പെട്ട സമദാനി സാഹിബിന് ഗ്ലോബൽ KMCCയുടെ പ്രത്യേക ഉപഹാരം നൽകുന്നതിന് വേണ്ടി സ്വാഗത സംഘം ചെയർമാൻ സാദ് പുറക്കാട് സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമദാനി സാഹിബിന് പുരസ്കാരം ആദരവ് നൽകുന്നതിന് ബഹുമാനപ്പെട്ട സാദ് പുറക്കാടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ, ഈ നാടിൻ്റെ അഭിമാനമായ